ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഞാൻ എബിൻ വിശ്വനാഥ്, റീജിയണൽ PF കമ്മീഷണർ ഗ്രേഡ് 2, റീജിയണൽ ഓഫീസ് കൊച്ചി. PMGKY പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന എന്നൊരു സ്കീമിനെ പറ്റി സംസാരിക്കാനാണ് നമ്മളിപ്പോൾ ലൈവിൽ വന്നത്. ലാസ്റ്റ് വീക്ക് നമ്മൾ ഇതിനെപ്പറ്റി കുറേ സംസാരിച്ചിരുന്നു, ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇൻട്രാക്റ്റീവ് ആണ്. അപ്പോൾ ഡൗട്ട് ഉള്ളത് മുഴുവനും പ്ലീസ് ചോദിക്കുക. അത് നമ്മൾ ഐ വിൽ ട്രൈ ടു ആൻസർ മെജോറിറ്റി ഓഫ് ദി ക്വസ്റ്റ്യൻസ്. നാളെ 15th ആണ്, May 15th. അപ്പോൾ അത് March 15th ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തത് May 15th വരെ ഉള്ളൂ. സോ യു വിൽ ഹാവ് ടു ഫയൽ ECR ബൈ ടുഡേ ഓർ ടുമാറോ. എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റ്സിനോടും പറയാനുള്ളതെന്ന് വെച്ചാൽ പ്ലീസ് ഫയൽ ഇറ്റ് ടുഡേ ഇറ്റ് സെൽഫ്. നാളത്തേക്ക് കാത്തു നിൽക്കരുത്. നാളെ സെർവേഴ്സിന് ലോഡ് വന്നു കഴിഞ്ഞാൽ മേ ബി യു വിൽ നോട്ട് ബി ഏബിൾ ടു ഫയൽ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. So it's live now. So questions എല്ലാം ചോദിക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ആൻഡ് പ്ലീസ് കീപ് ദ ക്വസ്റ്റ്യൻസ് ഫാക്ച്വൽ. അതായത് എക്സാക്ട് ക്വസ്റ്റ്യൻസ്, എസ്റ്റാബ്ലിഷ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഉള്ള ബുദ്ധിമുട്ടുകൾ അതൊക്കെ പറയൂ. ഡോണ്ട് ആസ്ക് മീ ക്വസ്റ്റ്യൻസ് വിച്ച് ആർ ബേസിക്കലി ഇമാജിനറി. ഐ എക്സ്പെക്ട് നല്ല സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയൂ. അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ നോക്കാം. താങ്ക് യു. Mr. Nobin George, PMGKY benefits availing condition of wages less than 15,000 mentioned. Is it total emoluments or EPF wages? The employee should be employed in any eligible establishment. Employee ഏതെങ്കിലും eligible establishmentsൽ employee ആയിരിക്കും വേണം. Monthly wages, അതായത് total wages should be less than 15,000. Regarding number of employees, number is total employees or employees in EPF scheme. അത് total employees ആണ്, not in EPF scheme. അത് ഡിക്ലറേഷൻ വരുമ്പോൾ കൃത്യമായിട്ട് അതിൽ ചോദിക്കുന്നുണ്ട് how many are your total scheme, how many are excluded എന്നുണ്ട്. Mr. Srirak Srinivasan, any further extension for remittances we can expect? ഞാനത് ആദ്യം പറഞ്ഞു, എക്സ്റ്റൻഷൻ ഇതുവരെ ആയിട്ടില്ല. ലാസ്റ്റ് മിനിറ്റിന് കാത്തിരിക്കരുത്. ബിക്കോസ് 24% ഗവൺമെന്റ് ആണ് തരുന്നത്. നിങ്ങൾക്ക് ആകെ അടക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ചാർജസ് ആണ്. പ്ലീസ് പേ ഇറ്റ് ടുഡേ ഇറ്റ് സെൽഫ്. ദേവിക മാഡം, അക്കോർഡിംഗ് ടു PMGKY സ്കീം ഈസ് എൻ എംപ്ലോയ് വിത്ത്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. PF സാലറി അല്ല, ഗ്രോസ് വേജസ് ആണ്. മാഡത്തിനോട് ഞാൻ പറഞ്ഞു, ബിക്കോസ് പ്ലീസ് ആസ്ക് മീ ഫാക്ച്വൽ ക്വസ്റ്റ്യൻ സ്പെസിഫിക്. നമുക്കത് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ സ്കീമിന്റെ ബെനിഫിറ്റ് കിട്ടാൻ നോക്കാം. Abhiraj, we submitted ECR of month March. Due to wrong mismatch, benefit not calculated 5 employees. Unemployer's reason unknown. Third
we submitted ECR of March due, but due to round of mismatch, benefit not calculated. സാറിൻ്റെ മെയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അത് നോക്കാൻ പറഞ്ഞു. ഒറ്റ മിനിറ്റ്. നോക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കിയിട്ട് അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. Mr. Arun Kumar, hi sir, what about pension contribution percentage in case of 10% contribution? അത് ഇന്നലെ ഫിനാൻസ് മിനിസ്റ്റർ അനൗൺസ് ചെയ്തിട്ടുള്ളൂ. നോട്ടിഫിക്കേഷൻ ഈസ് സെറ്റ് ടു കം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് അത് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. മിസ്റ്റർ അരവിന്ദ് നായർ, need clarity on period of 3 months. Is it April, May, June or May, June, July? Whether 10 months. PMGKY സ്കീമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഐ എം സ്റ്റിൽ സെയിങ് ഇത് പുതിയ സ്കീമിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ PMGKY സ്കീം ഈസ് എലിജിബിൾ ഫോർ March, April and May. March and April and May wage months. Ms. Soumya Joy, is there any supportive measure for company having more than 100 number of employees? PMGKY scheme is actually basic for employment of low wage earners, low wage earning and support for establishments which are having up to 100 employees. So ഇതുവരെ അങ്ങനത്തെ സ്കീം വന്നില്ല. ഫിനാൻസ് മിനിസ്റ്റർ ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. We can expect a new scheme. A notification has not yet come. How should we put the salary of daily wage earners where they haven't worked in any of these days? Bibin Puducherry ചോദ്യമാണ്. The scheme is actually very clear. It clearly says that whether it is paid daily, weekly or fortnightly or monthly, contribution needs to be calculated on the monthly wages. Mr. Gulzar Ali Hydros, ഞങ്ങളുടെ കമ്പനിയിൽ കുറച്ച് പേരുണ്ട്, ആധാർ ലിങ്ക് ചെയ്യാനുണ്ട്, ഫെബ്രുവരി വരെ ക്യാഷ് അടച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടാൻ എന്തു ചെയ്യണം? ഈ സ്കീമിലെ വൺ ഓഫ് ദ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ എംപ്ലോയിയുടെ ആധാർ ഷുഡ് ബി ലിങ്ക് വിത്ത് ദെയർ UAN. അപ്പോൾ ആ ആധാർ ലിങ്ക് ചെയ്തിട്ട് ചേർക്ക് ആ ബെനിഫിറ്റ് വാങ്ങിക്കാവുന്നതാണ്. Shall we get benefit of the month of March for those who completed Aadhaar verification this month? ഈ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായില്ല. ഇത് നിങ്ങൾ ഓൾറെഡി അടച്ചു കഴിഞ്ഞു എന്നാണ് മുകളിൽ കേസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രാവശ്യം കൂടി ECR അടയ്ക്കാൻ പറ്റില്ല, അതാണ് ഉദ്ദേശിച്ചതെന്ന് can just kindly clarify. ഗുൽസാർ അലി ഹൈദ്രോസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. Mr. Girish Kumar, is it compulsory to follow 10% or is it that the discretion to adopt 10% as per the new change? Mr. Girish Kumar, either notification is vannilla, adu it has been only announced by the minister yesterday. Notification vannilla, notification vannittu we can see. Mr. Roshan Cyril, 5A digitally approved for getting PMGKY. 5A അപ്ലോഡ് ചെയ്യാത്തവർക്ക് ഓണർഷിപ്പ് റിട്ടേൺസ് അത് അപ്ലോഡ് ചെയ്യണമെന്ന്, അത് ദാറ്റ് ഇസ് വൺ ഓഫ് ദ കണ്ടീഷൻസ്. അതൊരു കണ്ടീഷൻ ആണ്. സോ പ്ലീസ് ഡു ഇറ്റ്. മിസ്റ്റർ അൻസാർ അലി, PF പേയ്മെന്റ് ഡേറ്റ് April 2020 എക്സ്റ്റെൻഡഡ്. അത് ഇതുവരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. PF പേയ്മെന്റ് ഡേറ്റ് ആസ് ഓഫ് നൗ ഈസ് ഓൾസോ tomorrow, that is 15th of May 2020. Mr. Raghunath Venkateshwarapai, May 2020 the rate will be 10% or 12%. 10% for which establishment? Sir, please note that അത് ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുള്ളൂ. നോട്ടിഫിക്കേഷൻ ഈസ് സെറ്റ് ടു കം. അത് വന്നു കഴിഞ്ഞിട്ടേ ഉള്ളൂ. മെയിലല്ല എന്ത് വന്നാലും March, April, May you will have to pay at 12%. Mr. Nobin George, for March 2020 we paid full salary.
but for April 2020, as the employees work little less, we paid salary for the work days only. ആ സ്കീമിൽ പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി വെരി ക്ലിയർ. ആ ഡിക്ലറേഷൻ കൊടുക്കുന്നതും ക്ലിയർ ആണ്. നിങ്ങൾ ആ മാസത്തെ സാലറി കൊടുത്തിരിക്കണം. ആ സാലറി കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി ഗെറ്റ് ദാറ്റ് ബെനിഫിറ്റ്. മാർച്ചിലെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറ്റ് വിൽ മേക്ക് ഇമ്പാക്ട് ഓൺ ദ അവൈൽ ബെനിഫിറ്റ് ഇൻ മാർച്ച് 2020 എന്ന് പറയുന്നത്. ദർ ഇസ് നത്തിങ് ഇൻ ദ സ്കീം ഫോർ ദാറ്റ് ടു നോ. എല്ലാ മാസത്തെയും സ്കീമിൽ മാർച്ചിൽ സാലറി കൊടുത്തു കഴിഞ്ഞിട്ട് മാർച്ചിൽ അടയ്ക്കാം. മെയിൽ ഏപ്രിലിൽ കൊടുത്തിട്ട് ഏപ്രിലിൽ സ്കീം ബെനിഫിറ്റ് എടുക്കാം. Mr. Arun, you said digital signature, some issues are facing for uploading checks. So is there any way to resolve it? സ്പെസിഫിക് ആയിട്ട് എന്താണെന്ന് പ്ലീസ് ഞങ്ങൾക്കൊന്ന് മെയിൽ ചെയ്യൂ. ro.kochi@tpfindia.gov.in. സ്പെസിഫിക് ആയിട്ട് വാട്ട് ഈസ് ദ ഇഷ്യൂസ്, ഓർ ഞങ്ങളുടെ എൻഫോഴ്സ്മെന്റ് ഓഫീസേഴ്സിനെ കോൺടാക്ട് ചെയ്യാം. അവർ അതിന് ഇത് പറഞ്ഞു തരും. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ I would just anyway. Again, I am telling you, please be more specific with the questions so that it's able to answer it. Mr. Babu Jose, PF withdrawal have been processed. Sir, COVID claims ഉണ്ടായിരുന്നു. അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അത് മുഴുവൻ ചെയ്യുന്നുണ്ട്. PF വിഡ്രോവൽ പ്രോസസ് ഒന്നും ഡിലേ ആയിട്ടില്ല. എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. പെട്ടെന്നും ചെയ്യുന്നുണ്ട്. ജസ്റ്റ് അതിന് 20 days ആണ് ടൈം ലിമിറ്റ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്ത് വന്നാലും അതും ഡിലേ ഇല്ലാണ്ട് ചെയ്യും ഞങ്ങൾ. കോവിഡ് ക്ലെയിംസിന് പക്ഷേ ഓട്ടോ സെറ്റിൽമെന്റ് ആയതുകൊണ്ട് അത് ഓൾമോസ്റ്റ് 3 days ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും. അത് സ്പീഡിലും, ഇത് കുറച്ച് 20 days ടൈം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കുറച്ച് ലേറ്റ് ആവുന്നത്. Mr. Abhiraj has again said modify ECR ഒരു ഡിക്ലറേഷൻ മോഡിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ECR ചെയ്ത് പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വൺസ് ECR is paid, it cannot be done. Ms. Roshni Hona, we have 87 employees. So what will be the PF benefit for our organization? Frankly, madam, I still didn't understand. We have 87 employees, so what will be the benefit for our organization? ഇതിന്റെ ബെനിഫിറ്റ് ഞാൻ ഒരിക്കൽ കൂടി പറയാം. This is for those establishments. This is for those establishments where employment of you employ low wage earning employees and support establishments employing up to 100 employees. So ഇത് രണ്ടും കൂടി വന്നാലേ, I mean, if these two things come together, then you will get the benefits. Ms. Deepa George said 10% contribution reduction, no circulars received. Again, I'm saying this 10% thing notification has not yet come, and it shall be applicable only for the month June, July and August. March, April, May 12% തന്നെയാണ്. June, July, August ആണ്. That was very clear. So please pay April with 12% of EPF. Mr. Sri Kumar, can you just explain the scheme? That is contribution which are normally paid, is to be paid by the organization and claim as reimbursement. Sri Kumar sir, ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾ അവർക്ക് അതിന്റെ സ്കീമിലെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിജിബിലിറ്റിയുടെ കേസസ് ഈസ് ആക്ച്വലി you should have less than 100 employees and 90% of those employees should be earning less than 15,000 wages. അങ്ങനെ ആയിരിക്കണം. പ്ലസ് ആധാർ, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അതെല്ലാം കൂടി എല്ലാ എംപ്ലോയീസിൻ്റെയും ആധാറിൽ ലിങ്ക് ആയിരിക്കണം. ആ എംപ്ലോയീസിന് മാത്രമേ ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഇതെന്താണെന്ന് വെച്ചാൽ വൺസ് യു പ്രിപ്പയർ ദി ECR പ്രിപ്പയർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് your that much amount of wage gets reduced. So നിങ്ങൾക്ക് ഇപ്പോൾ പേ ചെയ്യേണ്ട amount is only
Administrative charges മാത്രമേ നിങ്ങൾക്ക് പേ ചെയ്യേണ്ടുള്ളൂ. So it is not a reimbursement, it's an upfront benefit that you can claim. Seema Sangamali, can you tell me the due date for filing under this scheme? Due date ആണ് നാളെ March and April 2020 due date is 15th of May 2020. Please pay it by tomorrow. I don't care. Sir, PMGK benefit is available if salary not paid. Please, ചോദിക്കേണ്ട കാര്യമില്ലായിരുന്നു. This is only for those establishments who are actually paying the salary. Salary pay ചെയ്തു എന്ന് നിങ്ങൾ ഡിക്ലറേഷൻ തരണം. അത് നാളെ if you think that or if you get a complaint that you are not paid salary but availed the PMGKY benefit, you can be proceeded against any penal and coercive action എടുക്കാവുന്നതാണ് under EPF and MP Act, അതുമല്ലാണ്ട് Indian Penal Code, because it's a subsidy given by the central government. Mr. Faisal Muhammad, ഞങ്ങളുടെ കമ്പനിയിൽ 10 പേരേ ഉള്ളൂ, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, പക്ഷേ പറഞ്ഞ പോലെ ചെയ്തപ്പോൾ ലാസ്റ്റ് ബെനിഫിറ്റ് കിട്ടുന്നില്ല, എന്താ കാര്യം? മിസ്റ്റർ ഫൈസൽ മുഹമ്മദ് സാർ, ഒന്ന് കൃത്യമായിട്ട് എന്താണ് ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല. എസ്റ്റാബ്ലിഷ്മെന്റിന്റെ കോഡ് നമ്പറും എന്താണ് എറർ വന്നതോ എന്താണ് വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊന്ന് ഇമെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കി പറയാവുന്നതാണ്. മിസ്റ്റർ അവിനാഷ് കെ റെജി, ഞങ്ങളുടെ കമ്പനിക്ക് ലിൻ നമ്പർ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടാത്തത്. ഇതിലിപ്പോ സാറുടെ എസ്റ്റാബ്ലിഷ്മെന്റ് കോഡ് നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നോക്കിയിട്ട് എനിക്ക് പറഞ്ഞുതരാവുന്നതാണ്. സാറും കൈൻഡ്ലി പ്ലീസ് സെൻഡ് മി എ ഇമെയിൽ, ഞങ്ങളത് റിപ്ലൈ ചെയ്യാം. പ്ലീസ് ഇമെയിൽ അയക്കുമ്പോൾ PMGKY ബെനിഫിറ്റ്സ് എന്ന സബ്ജക്റ്റിൽ ഇടണം, എന്നാൽ വി ക്യാൻ ആക്ച്വലി റിപ്ലൈ ഇറ്റ് ഫാസ്റ്റർ. വി ഗെറ്റ് എ ലോട്ട് ഓഫ് ഇപ്പോൾ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്ക് അതിനെ റിപ്ലൈ ചെയ്യാവുന്നതാണ്. ഷൈബ് VS, what will be the new EPS and EPF contributions under reduced 10%? Sir, ഇതിന്റെ നോട്ടിഫിക്കേഷൻ has not yet come. അത് വന്നു കഴിഞ്ഞിട്ട് it will be much more clear. Ms. Anita PK, what are the consequences if we have not paid the April salary? Madam, if you are not paid the April salary, as far as PMGKY is concerned in respect of EPF, you cannot claim the benefits that are given for that month. Deepa George, can we expect extension for contribution filing for April 2020? Madam, as on date, the last date for filing of April 2020 is 15th of May, that is tomorrow. If you are availing PMGKY benefits, ഇത് extra ചെയ്യേണ്ട ആവശ്യമില്ല. You just have to pay for administrative charges. So please file it by tomorrow itself. Extension വരുമെന്ന് നോക്കി. Please don't be under that impression. Mr. Vikas Raju, മാർച്ചിൽ PMGKY ബെനിഫിറ്റ് കിട്ടി, ഏപ്രിൽ മാസത്തെ PMGKY ബെനിഫിറ്റ് കിട്ടിയിട്ട് നോ എലിജിബിൾ എന്ന സ്റ്റാറ്റസ് കാണുന്നത് എന്താണെന്ന റീസൺ എങ്ങനെ അറിയാൻ പറ്റും? സാറും ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്വറി ആയതുകൊണ്ട് ഞാൻ പറയാം. സാർ ഒന്ന് ഇമെയിൽ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയിട്ട് എന്താണെന്ന് പറയാം. സാർ എസ്റ്റാബ്ലിഷ്മെന്റ് ID, ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് ഇമെയിൽ ചെയ്യൂ സാർ പ്ലീസ്. PMGKY കഴിഞ്ഞ മാസത്തിൽ മിസ്റ്റർ അൻസാർ അലി, ആധാർ പ്രോബ്ലം കൊണ്ട് ബെനിഫിറ്റ് കിട്ടാത്തവർക്ക് കറക്റ്റ് ആയതിനു ശേഷം റീഇംബേഴ്സ്മെന്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ECR ഓൾറെഡി അത് ഫസ്റ്റ് ECRനെ സാർ ഈ ബെനിഫിറ്റ് കിട്ടുള്ളൂ. സോ ഇഫ് യു ആർ ഗെറ്റിംഗ് ബെനിഫിറ്റ് ഫോർ ദ ഫസ്റ്റ് ECR, യു വിൽ നോട്ട് ബി ഏബിൾ ടു ഗെറ്റ് എ ബെനിഫിറ്റ് ഫോർ നെക്സ്റ്റ് എൻഡിങ്. ഒറ്റ ECRനെ കിട്ടുള്ളൂ, ആദ്യം പറഞ്ഞ ECRന് മാത്രമേ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട്
അപ്പോൾ ആദ്യത്തെ ബെനിഫിറ്റിന് ശേഷം റീഇംബേഴ്സ്മെന്റ് കിട്ടില്ല കേട്ടോ. Layoff compensation will attract any EPF contribution. I'm not going to comment on that. We're discussing on PMGKY schemes. So sorry, Mr. Amal Cristo. Seema Sangamali. For the month of 3 months, what is the percentage? 10 or 12? Sir, ഞാൻ ഓൾറെഡി പറഞ്ഞു മാർച്ച് ഏപ്രിൽ മെയ് ഇറ്റ് ഈസ് 12%. അടുത്ത മാസത്തെ 10% ഞാൻ ഫിനാൻസ് മിനിസ്റ്റർ ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ നോട്ടിഫിക്കേഷൻ വന്നിട്ട് അത് എങ്ങനെയാണ് 10% ആണ് നോക്കുക, കാണാം. Mr. CB George, I have 9 employees in which 1 employee is above 15,000 and he is not in PPF but in ESI. Can I avail PMGKY? Sir and പറഞ്ഞു it has to be 90% and above. 90% and above ആണെങ്കിൽ മാത്രമേ you can avail this benefit. Sir, അപ്പോൾ ഇതിൽ ബെനിഫിറ്റ് അവൈൽ ചെയ്യാൻ പറ്റില്ല. Mr. Anil Kumar Keshavan, due to non-linking of Aadhaar, some employees not got the PMGKY scheme. Do we get the refund benefit once it's a PMGKY scheme? One of the criteria is that the UN of the employee should be seeded with his or her Aadhaar. Adu cheyyathodonde you will not get benefit for those employees. Mr. Arun KS, if employee appointed after September 2019, PMGKY benefit not available. Sir, PMGKY benefit available on another condition is those employees whose contributions have been received from September 2019 to February 2020. അപ്പോൾ സെപ്റ്റംബർ 2019 കഴിഞ്ഞിട്ടാണ് ഒരാൾ ജോയിൻ ചെയ്യണമെങ്കിൽ, അതായത് നവംബർ ഡിസംബറിലാണ് ജോയിൻ ചെയ്യുന്നത്, they will not be eligible for PMGKY benefits. Administrative charges minimum 500 ആണ് സർ. കുറച്ച് വെള്ളം ചൂടുള്ള Simi Santosh, madam, is there any deferment announced for PF payment for the month of March April 2020? March 2020 payment can be made till 15th of May 2020. അത് നാളെ വരെ. April also can be made till 15th of 2020 as per the scheme. So April no deferment, March 2020 May 15 2020 വരെ ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ പേ ചെയ്യാം. GK 1007 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വ്യക്തമുണ്ട്. ഞാൻ അതിൻ്റെ പ്രവീൺ കെ മോഹൻദാസ്. മിസ്റ്റർ പ്രവീൺ കെ മോഹൻദാസ് ചോദ്യം 13 പേരുള്ള ഒരു കമ്പനിയുടെ ഞങ്ങൾ PF അടച്ച 12 പേര് കൃത്യമായി കിട്ടി, ഒരാളുടെ മാത്രം GK.
സർ ആ ECRയുടെ അവസാനം അത് എഴുതിയിട്ടുണ്ട് ആധാർ നോട്ട് സീഡഡ്. അതാണ് എറർ കോഡ്, ആധാർ നോട്ട് സീഡഡ്. ആധാർ അതിന്റെ UN കൂടെ സീഡ് ചെയ്യാത്തതുകൊണ്ടാണ് സാർക്ക് അവർക്ക് ആ ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു എംപ്ലോയിയുടെ PMGKY ബെനിഫിറ്റ്സ് കിട്ടാണ്ട് പോയത്. Mr. Shashi Kumar, is there any extension for remitting PF for the wage month April? Sir, ഇതുവരെ വന്നിട്ടില്ല. April 2020യുടെ wage month in the benefits what you call contribution has to be remitted by 15th of May 2020. അതായത് നാളെ വരെ. Can we expect? Sir, as on date there is no extension for contribution and ECR filing for the month of April 2020. Kallada residency, the above stated UN has been approved by the employer, but the Aadhaar has not yet been verified. Aadhaar verify ചെയ്യാത്തതിന്റെ ഇത് കറക്റ്റ് ചെയ്തിട്ട് എംപ്ലോയർ ഫീൽഡ് ഓഫീസ് പെൻഡിങ് ആണോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് സാർ ഒന്ന് മെസ്സേജ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാവുന്നതായിരുന്നു. ഫീൽഡ് ഓഫീസ് പെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ വി ആർ ഡൂയിങ് ഇറ്റ് ഔട്ട്. ഈ നെയിം ചേഞ്ചസും ഇതുപോലത്തെ കേസസ് എല്ലാം നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ 10 മണി 11 മണി വരെ വന്ന എല്ലാ കേസസും വി ഹാവ് ഫിനിഷ് ഡൂയിങ് ഇറ്റ്. മറ്റേ കേസ് എല്ലാം ഒരു 3-4 മണിയാകുമ്പോഴേക്കും തീർക്കുമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാൽ സാർക്ക് അത് ഫയൽ ചെയ്യാം. ഇഫ് യു ക്യാൻ പ്ലീസ് ചെക്ക് ഇറ്റ് ആഫ്റ്റർ സം ടൈം ഓർ യു ക്യാൻ ജസ്റ്റ് ഇത് ഫീൽഡ് ഓഫീസ് പെൻഡിങ് ആണോ എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നോക്കിയിട്ട് പറയാമായിരുന്നു സാർ. കല്ലട റീജൻസി സോറി. Nobin George, sir, even though employees not worked in April 20, the firm paid an ex gratia allowance, will it attract PF contribution? Wages attracts PF contribution. അത് വേജസ് ആണോ എന്ന് സാർ പറയൂ. അതുപോലെ ഒരു 7A ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ്. സാർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. Ms. Sindhu Balakrishnan, if wages are given by cash, PMGKY scheme eligible. PMGKY scheme eligible ആണ്. Contribution has to be paid. Wages to be given and contribution sir എല്ലാ ഇത്രയും കാലം പറഞ്ഞ ഈ ബെനിഫിറ്റ്സ് എല്ലാം വയബിൾ ആണെങ്കിൽ യെസ്. Mr. Ranjit Calicut, I have a doubt in PF withdrawal. Is it possible to withdraw both PF and pension 100% while submitting the claim before the age of 58 years? Sir, 16 PF pension എന്ന് പറഞ്ഞാൽ sir, it's actually a long term fund. Sir, അത് റിട്ടയർ ആയി കഴിഞ്ഞിട്ട് സാർക്ക് വെൻ യു ആർ നോട്ട് വർക്കിംഗ് ആ സമയത്ത് ഉള്ള ഒരു ഫണ്ടാണ്. ഇറ്റ്സ് എ സോഷ്യൽ സെക്യൂരിറ്റി സ്കീം. അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ഇതാണ്. അപ്പോൾ ഐ വുഡ് സജസ്റ്റ് ദാറ്റ് യു ഷുഡ് നോട്ട് വിഡ്രോ യുവർ പ്രൊവിഡന്റ് ഫണ്ട് ആൻഡ് PF when it's not due. Is it possible to withdraw both PF sir, the PF contribution you can withdraw if you are not employed in a PF eligible establishment after 2 months of your date of exit. അതിന്റെ PF withdraw ചെയ്യാം. പെൻഷൻ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് യു ഗെറ്റ് ഈസ് ആക്ച്വലി എ വിഡ്രോവൽ ബെനിഫിറ്റ്. അത് കാൽക്കുലേഷൻ ഒരു രീതിയുണ്ട്. അതിന്റെ വിഡ്രോവൽ ബെനിഫിറ്റ് അനുസരിച്ചിട്ട് സാർക്ക് അത് കിട്ടും. 100% സാർ അടച്ച കോൺട്രിബ്യൂഷൻ പ്ലസ് യുവർ ഇൻട്രസ്റ്റ് പ്ലസ് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ പ്ലസ് ഇൻട്രസ്റ്റ് യു വിൽ ഗെറ്റ് ഇൻ PF. പെൻഷനിൽ അത് ഇറ്റ്സ് എ വിഡ്രോവൽ ബെനിഫിറ്റ്. Which document wanted for date of birth purpose? Date of birth purpose, we expect you to submit a date of birth certificate. Date of birth register ചെയ്ത സർട്ടിഫിക്കറ്റ് തന്നാൽ അതാണ് ബെറ്റർ. We also have ഒരു 3 years ഉള്ളിലാണ് ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് എങ്കിൽ ആധാറും വെരിഫൈഡ് ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ്സ് ഓർ പാസ്പോർട്ട്സ്. ഈ 4-5 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. Mr. Vishnu Mohan, we are paying daily basis. In April only 8 days work. We paid 8 days wages. Sir, benefits ഞാൻ already പറഞ്ഞു കഴിഞ്ഞു. Benefits see for as long as EPF is concerned, if you are paying daily, monthly or quarterly or fortnightly, wages is calculated on a monthly basis. Sir, അപ്പോൾ monthly basis wage calculate ചെയ്തിട്ട് അതിനെ അടച്ചാൽ മതി. And if you are falling under those criteria, then you are eligible for the benefit. Fake declaration കൊടുത്താൽ
ഉള്ള ഇഷ്യൂസ് ഒന്ന് പറയാമോ? ഫേക്ക് ഡിക്ലറേഷൻ, വൈ ഡു യു വാണ്ട് ടു ഗീവ് എ ഫേക്ക് ഡിക്ലറേഷൻ? എന്തിനാണ് വെറുതെ ഫോൾസ് ഡിക്ലറേഷൻ കൊടുക്കുന്നത്? നിങ്ങൾ സാർ ഡിക്ലറേഷനിൽ തന്നെ എഴുതിയിട്ടുണ്ട് കാര്യം, ഞാൻ പറഞ്ഞുതരാം. I have neither suppressed any material information nor omitted any particulars and submitted the correct information to avail the relief of employers and employees. I understand that the employer is liable to refund the relief amount and also liable for any penal and coercive action for submitting any incorrect or false information or declaration. Ms. Indu Panikar, sir, is it mandate that all companies can pay only 20%? Madam, the notification is yet to come. Let's wait for the notification, then we can discuss on that fact. Srijit KS, 15,000 മുകളിൽ പേബിൾ സാലറി ഉള്ള ഡെയിലി വേജ് എംപ്ലോയി കറന്റ് മന്തിൽ 15,000 താഴെ വന്നാൽ, സാർ ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞു, ഫോർ എൻ എംപ്ലോയി ടു ബി എലിജിബിൾ ടു ദിസ് സ്കീം അവരുടെ സെപ്റ്റംബർ 2019 തൊട്ടിട്ട് ഫെബ്രുവരി 2020 വരെയുള്ള വേജസ് ഷുഡ് ബി ലെസ് ദാൻ 15,000. അപ്പോൾ ഈ കേസിൽ ദേ ആർ നോട്ട് എലിജിബിൾ ഇൻ ദിസ് മാനർ. മിസ്റ്റർ സോമസുന്ദരൻ KS, ഫുൾ സാലറി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൊടുത്ത സാലറിയുടെ PF എമൗണ്ട് അടച്ചാൽ മതിയോ? സർ, വേജസ് എന്താ കൊടുക്കുന്നത് അതിന്റെ 12% എംപ്ലോയി ഷെയറും 12% എംപ്ലോയർ ഷെയറും അടയ്ക്കണം. സർ, ഞങ്ങളുടെ കമ്പനിയിൽ 10 പേർ താഴെ ഉള്ളൂ. PMGKY ബെനിഫിറ്റ് കിട്ടുന്നില്ല. ഒരാൾക്ക് മാത്രം 15,000 ആണ്, ബാക്കി എല്ലാവരും 14,999 താഴെയുള്ളൂ. സർ, അതിൽ കിട്ടാൻ 2-3 ബെനിഫിറ്റ്സ് ഇതും കൂടിയുണ്ട്. ആ എംപ്ലോയീസ് പണ്ട് തൊട്ടേ അങ്ങനെ ആയിരിക്കണം, പക്ഷെ സ്പെസിഫിക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാർ, മിസ്റ്റർ ഫൈസൽ മുഹമ്മദ് സാറുടെ കോഡ് നമ്പർ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നോക്കിയിട്ട് പറഞ്ഞുതരാം എന്താണ് സ്പെസിഫിക് ഇഷ്യൂസ് എന്ന്. മിനിമം അഡ്മിനിസ്ട്രേറ്റീവ് ചാർജസ് 500 rupees ആണ് മാഡം. സിന്ധു ബാലകൃഷ്ണൻ. URO Lime Tech. How to calculate admin charges? Admin charges is 0.5% of the wages, total wages. It is not enough if you pay ₹500 for 48 employees. And how to calculate EDLA? EDLA sir is on total wages in percentage ആണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് അത് ചെയ്യണം. Mr. Farooq PT, not able to verify the locked ECR challan of March 2020. Sir, specific ആയിട്ട് കാര്യം മനസ്സിലായില്ല സർ. കൈൻഡ്ലി ജസ്റ്റ് എലാബറേറ്റ് ആയിട്ടാണ് സാർ താഴെ എഴുതി കഴിഞ്ഞാൽ എനിക്ക് ചോദ്യം പറയാമോ? സാർ, പേയ്മെന്റ് നടത്തിയോ ഇല്ലയോ എന്ന് അറിയില്ല, അതൊന്നും നടത്തിയോ ഇല്ലയോ എന്നും ഒന്ന് പറഞ്ഞായിരുന്നു. മിസ്റ്റർ വികാസ് രാജ്, ഇമെയിൽ ID പറയാമോ? നമ്മുടെ ഇമെയിൽ ID ro.kochi@epfindia.gov.in ro.kochi@epfindia.gov.in. ഈ ഫേസ്ബുക്ക് പേജിന്റെ നമ്മുടെ പേജിലും അവിടെ സെൻഡ് ഇമെയിൽ എന്നുള്ള ലിങ്ക് ഉണ്ട്. പ്ലീസ് ക്ലിക്ക് ഓൺ ദാറ്റ്. അങ്ങനെ വന്നാൽ നമുക്ക് അത് ഇമെയിൽ ID അതിൽ അയക്കാൻ പറ്റും. Whether digital signature validity extended due to COVID-19 pandemic. ഡിജിറ്റൽ സിഗ്നേച്ചർ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല, പക്ഷേ PF-ലേക്ക് നമ്മളത് ചെയ്യാൻ വേണം. പെട്ടെന്ന് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇ സൈൻ രജിസ്റ്റർ ചെയ്യാം. ആധാർ വെച്ച് ലിങ്ക് ചെയ്ത് ഇ സൈൻ രജിസ്റ്റർ ചെയ്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡോങ്കിളുടെ ആവശ്യമില്ല. അല്ല, പുതിയ ഡോങ്കിൾ എടുത്ത്
കൊടുത്തിട്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്താലും തന്നെ ഇമെയിൽ ചെയ്താൽ മതി. ജനറേറ്റ് ചെയ്ത് നിങ്ങളുടെ അപ്രൂവൽ ലെറ്റർ ജനറേറ്റ് ചെയ്ത് ഇമെയിൽ ചെയ്താൽ മതി, ഞങ്ങൾ അപ്രൂവ് ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ 11 മണി വരെ കിട്ടിയ എല്ലാ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സും ഈ സൈൻസും ഞങ്ങൾ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ പ്രവീൺ കെ മോഹൻദാസ്, ഞാൻ ദിസ് ക്വറി ഐ ഹാവ് ടോൾഡ് GK 1007 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാർ നോട്ട് സീഡഡ് ആണ്. ആധാർ സീഡ് ചെയ്യാത്തതുകൊണ്ടാണ് അതിന് കിട്ടാത്തത്. വൺ ഓഫ് ദ കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി UN ഓഫ് ദ എംപ്ലോയി ഷുഡ് ബി സീഡഡ് വിത്ത് ദർ ആധാർ. അതൊരു സബ്സിഡി ആയതുകൊണ്ട്, സെൻട്രൽ ഗവൺമെന്റ് തരുന്ന സബ്സിഡി ആയതുകൊണ്ട് അത് ഇറ്റ് ഹാസ് ടു ബി സീഡഡ് വിത്ത് യുവർ ആധാർ. If there is no work and no EPF contribution in April 20, we have to upload ECR for admin charge payment. Yes, Mr. Amal Christo. Pradeep Nalupurakkal. ഞങ്ങളുടെ current employees below 100 ആണ്, means live employees, but total employees will be above 100. ബാക്കി ലീവ് ആണ്. അങ്ങനെയെങ്കിൽ PMGY ബെനിഫിറ്റ് കിട്ടുമോ? ഇല്ല മിസ്റ്റർ പ്രദീപ് സാറ്, ഇത് 100 വരെ ഉള്ള എംപ്ലോയീസ് ആണ്, ലീവ് അല്ല. 100 വരെ എംപ്ലോയ് ചെയ്യുന്ന എസ്റ്റാബ്ലിഷ്മെന്റ്സിനുള്ളതാണ്. അപ്പോൾ സാർക്ക് PMGKY ബെനിഫിറ്റ് കിട്ടില്ല. If April salary is not paid, is it required to pay administrative charges? Administrative charges are required to be paid as long as the code number exists. Apol there is no what you call ഇത് അതിന്റെ ഒരു ബെനിഫിറ്റോ അല്ലെങ്കിൽ അതിന്റെ ഒരു വേറെ ഒന്നുമില്ല. അതെന്ത് വന്നാലും യു ഹാവ് ടു പേ അഡ്മിനിസ്ട്രേറ്റീവ് ചാർജസ് ടിൽ ദ ടൈം യു ക്ലോസ് ദ കോഡ് നമ്പർ. മിസ്റ്റർ ശ്രീനാഥ് കൊപ്പം, I have 9 employees in a firm, 8 employees under 1500, 1 employee above 15,000, 15K. Sir, അത് around 88% വരും. It has to be 90% and above. അതുകൊണ്ടാണ് സാർക്ക് PMGKY സ്കീം കിട്ടാതിരുന്നത്. മിസ്റ്റർ ശ്രീനാഥ് കൊപ്പം. സീമ സംഗമാലി, due to lockdown extended till May 17, maybe last date for filing can also be extended. Sir, is a policy decision to be made at ministry level, sir? As on date, നാളെയാണ് last date for March and April both days. Swapna Roshan, sir. Salary paid cash or not through bank, salary paid in proportionate of attendance. PMGKY benefit eligible ആണെന്നുണ്ടെങ്കിൽ വേജസ് കൊടുത്തു കഴിഞ്ഞാൽ you have to file it. വേജസ് കൊടുക്കണം എന്നാണ് one of the condition, and other conditions that you should be eligible. ആ രണ്ട് കണ്ടീഷൻ ആണെങ്കിൽ please file your returns by tomorrow. Mr. Amar Aditya, running delayed by 11 minutes. Did the contribution change to 10%? Contribution, yesterday it has been announced that the contribution for next month will be reduced to 10%, and a notification vannattilla. So no notification has come till now. Let's wait for the notification, please. Which document wanted for changing date of birth? Date of birth in the document ഞാൻ പറഞ്ഞു. Either you need to give us a registration date of birth, register the certificate local authority na, or passport 3 കൊല്ലത്തിന്റെ ഉള്ളിലാണെങ്കിൽ ആധാർ കാർഡ് or സ്കൂൾ സർട്ടിഫിക്കറ്റ്, SSLC or സ്കൂളിലെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ്സ് തന്നാൽ ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്യാം. മിസ്റ്റർ ജസ്പിൻ ജോസഫ്,
PMGKY benefit ആധാർ പ്രോബ്ലം കാരണം കിട്ടിയില്ല. ആധാർ അതൊരു കാരണം UN of employee should be seated with his or her ആധാർ, അതൊരു കണ്ടീഷനാണ്. സോ അതിന്റെ റീഇംബേഴ്സ്മെന്റ് കിട്ടില്ല. ഇത് യു ഹാവ് ടു ഡു ഇറ്റ് ബിഫോർ, ഇറ്റ്സ് എൻ അപ്ഫ്രണ്ട് പേയ്മെന്റ്. അപ്ഫ്രണ്ട് ആയിട്ട് സാർക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ആണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ചെയ്തിരിക്കണം. സർ വേജസ് ഡിഫൈൻഡ് ഇൻ PMGKY, ഞാൻ പറഞ്ഞു വേജസ് നിങ്ങൾ കൊടുക്കുന്ന സാലറിയാണ്. എംപ്ലോയി ഷുഡ് ബി ഡ്രോയിങ് മന്ത്ലി വേജസ് ലെസ് ദാൻ 15,000 എന്നാണ് PMGKY സ്കീമിൽ പറഞ്ഞിരിക്കുന്നത്. എംപ്ലോയി ഷുഡ് ബി ഡ്രോയിങ് മന്ത്ലി വേജസ് ലെസ് ദാൻ 15,000. അതിൽ ബേസിക് ഒന്നോ ഗ്രോസ് ഒന്നും കൃത്യമായിട്ടില്ല. വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വേജസ് ആണ്. Deepa George, Miss Deepa George, as per PMGKY, we had only 70 rupees under account number 2. Madam, please send a copy of your ECR to verify it. VCR copy കാണാണ്ടെന്ന് പറയാൻ പറ്റില്ല. Madam, please send your copy on our email. നോക്കിയിട്ട് we can just reply to it. Sandhya Menon, Miss Sandhya Menon, if full page is not paid and if company paid only 50% salary, it was lockdown, then can company avail PMGKY scheme? So for paid salary only we need to pay contribution. Sir, ബാക്കി മാസങ്ങളിൽ മാഡം ചെയ്യുന്ന പോലെ തന്നെ എന്താ ചെയ്യാറ്? If you have 3-4 പ്രാവശ്യം I have already informed this thing, അപ്പോൾ അതുപോലെ ചെയ്യാം. Mr. Suraj, our firm date of birth difference in EPFO site 10 years for 10 employees. For the 10 employee date of birth is same. Mr. Suraj, the EPFO date of birth is taken from the ECRs, from the returns filed by the employer itself. Employer എന്ത് ഫയൽ ചെയ്യണോ ആ ഡീറ്റെയിൽസ് ആണ് ഇവിടെ വരുന്നത്, അല്ലാണ്ട് EPFO ജനറേറ്റ് ചെയ്ത ഡീറ്റെയിൽസ് അല്ല. സോ ഇറ്റ് ഈസ് സർ പണ്ട് ഫയൽ ചെയ്ത സമയത്ത് തെറ്റായി ഫയൽ ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഡീറ്റെയിൽസ് റോങ് ആയി കിടക്കുന്നത്. പ്ലീസ് സെൻഡ് മീ എംപ്ലോയർ ആൻഡ് എംപ്ലോയി രണ്ടാളും കൂടെ ജോയിന്റ് ഡിക്ലറേഷൻ ടു ചേഞ്ച് ഇറ്റ് along with specific documents. ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്യുമെന്റ്സ് 10 years ആണ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് പ്ലീസ് സെൻഡ് മീ ദ ഒന്നില്ലെങ്കിൽ ഡേറ്റ് ഓഫ് സ്കൂൾ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് ഓർ യുവർ ബർത്ത് രജിസ്ട്രേഷൻ. ഈ എല്ലാ ആൾക്കാരുടെയും ജോയിന്റ് ആയിട്ട് ഒന്ന് ജോയിന്റ് ഡിക്ലറേഷൻ along with your employer. Please send it to EPFO so that we will be able to change it to correct one. Mr. Srijit KS, this I already discussed. You are eligible ആവണമെന്നുണ്ടെങ്കിൽ September 2019 മുതൽ February 2019 വരെ this employee should be drawing less than 14,000 wages, 15,000 wages. Mr. Arvind Nair, sir, PF percentage is based on basic plus DA or gross should be above 15,000. If person salary is 15,000 gross, basic DA less than 15,000. Sir, I didn't get it. Can you just type it more clearly? അത് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് ടൈപ്പ് ചെയ്താൽ അല്ലെങ്കിൽ പറഞ്ഞ ഒന്ന് മനസ്സിലാവുമായിരുന്നു. Number of employees on total number of employees and Mr. Pradeep asked question. Can you clarify about number of employees? Number of employees is actually total employees. Leave irikkunnalla total employees aana. The total number of employees employed aana. Total number of employed in that establishment should be less than 100. Mr. Abin Thomas, is there any rule whether private employer contributions to PF can vary between 5 to 12% depending on the profit of the organization, or it has to be 12% for all the employees? Mr. Abin Thomas, it has to be 12% for all the employers. There is no verification or there is no difference of contribution. It has to be 12% of wages paid.
Mr. Abhiraj or sir UN തന്നിരിക്കുന്നു for April not calculated, did not get 25 March. Can you just wait a moment? I'll just check and come back to you, sir. ഈ സ്പെസിഫിക് ഇമെയിൽ ശോഭന അമ്മാൾ, ഈ സ്പെസിഫിക് ആൾക്ക് കോൺട്രിബ്യൂഷൻ ഇല്ല. 6, 7, 8, 9 and 10 മന്തിൽ കോൺട്രിബ്യൂഷൻ ഇല്ല. അത് കഴിഞ്ഞിട്ട് വന്നിട്ടില്ല കോൺട്രിബ്യൂഷൻ. സോ അത് ക്ലിയർ ആണ്. ഹൂസ് കോൺട്രിബ്യൂഷൻസ് ആർ റിസീവ്ഡ്? എംപ്ലോയീസ് ഹൂസ് കോൺട്രിബ്യൂഷൻസ് ആർ റിസീവ്ഡ് ഫ്രം September 19 to February 2020 only they will be eligible. So madam, sir പറഞ്ഞ പോലെ ശോഭന അമ്മാൾ is not eligible for benefits. Mr. Safir, we are having 22 employees and 18 staff are having salary more than 15,000. Sir, 90% should have salary less than 15,000 ana, so you are not eligible. Sir, whether contract employees are eligible? Sir, Ms. Renu Venugopal has question. Contract employees are also eligible. അത് ഈ കോൺട്രാക്ട് എംപ്ലോയീസിന്റെ വേജസും PF ആരാ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ബിക്കോസ് ആ എംപ്ലോയർ, വെദർ യു ആർ പേയിങ് ദ മണി ഓർ വെദർ ദ മണി ഈസ് ബീങ് പെയ്ഡ് ബൈ ദ കോൺട്രാക്ടർ, അതൊന്ന് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ബി ഏബിൾ ടു ടെൽ യു. ഷിൻഡോ ചെറിയാൻ, Mr. Shindo Cheri, is it possible to get eligibility of PGM for employees whose Aadhaar is not verified for above 100 employees? Sir, above 100 employee organization എന്ത് വന്നാലും പറ്റില്ല. ആധാർ വെരിഫൈ ചെയ്താൽ അതും പറ്റില്ല. അപ്പൊ എന്ത് വന്നാലും യു കനോട്ട് ഗെറ്റ് ദിസ് ബെനിഫിറ്റ് സർ. മിസ്റ്റർ ഷിൻഡോ. Mr. Ratish Surendran, if all employees are having wages above 15,000 but PF contributions limited, are they eligible for PMGKY? Mr. Ratish Surendran, for this scheme benefit to accrue, your employee should be less than 15,000. 15,000 in Batilla, it should be less than 15,000. Mr. Sibi George, total employee count is 9, in which one person is below. And again, I think I have answered this question, which very clearly says that 88% ana sir, it has to be 90%. If the above 15k person is resigned in March 24, so from April can we avail PMGKY benefit? Sir, adum adha ഞാൻ പറഞ്ഞത്, it should be less than 100 and it has to be from September 2019 to February 2020 വരെ സെയിം ഫിഗർ ആയിരിക്കണം, less than 100. Mr. Girish Kumar, I couldn't withdraw the pension fund when I left previous employment. Instead got a certificate from PF office. How to get the money from pension fund? Sir, scheme certificate on a certificate ana, you cannot get the money from the pension fund. You will have to wait till you are 58 years. 58 years കഴിഞ്ഞ സാർക്ക് അതിന്റെ സ്കീം സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തിട്ട് you will get pension from that. Shashi Kumar, Mr. Shashi Kumar, due to lockdown, the salary given was less than previous month. Then PF is also go down. If there are any legal obligations for same, please clarify. Please note that I cannot clarify any legal obligations under this. So you have to pay PF, 12% PF on the wages that you pay every month. Ms. Srilada Ajit, our unit is PMGK eligible. When ECR for March filed, 10 eligible employees excluded as their UN not linked with Aadhaar.
Now 6 of them linked Aadhaar with UN. How to get eligibility for such employees now? Can we revise CCR by including these employees? No, you cannot revise CCR by including these employees. Only the first ECR is going to give you benefits. Additional ECRs are not going to give you any benefits. The Aadhaar has to be linked with UN is actually a very old thing. It's there for the past 3 or 4 years. So you should have done it by now. Mr. Farooq, ECR payment was failed due to bank server issue and the amount is not deducted from the bank. TRRN 2710. Sir, this does not pertain to Kochi office. So can you kindly just confirm it with the office in which your establishment is there? Ms. Petty Abraham, whether election ID card or PAN card can be considered as supporting document for DO birth changing. Please see the latest circulars. According to latest circulars, government issued ID cards are supporting documents for changing date of birth. Mr. Farooq PD, now unable to unlock the challan for retry payment. Mr. Farooq, I specified actually the challan does not pertain to Kochi office. I don't know. Please contact the corresponding office. Either regional office or no, contact you, sir. Mr. Anil Narayanan, the 100%, 90% criteria is based on February months for filing ECR or not? Sir, it is based on the last 6 months. അതായത് September 19 മുതൽ February 2020 വരെയുള്ള all the months. Admin charges has to be paid by the employer, sir. Third question. Sir, February ECR alla, it is ECR from the month from September 19 to February 2020. Sir, scheme says it is from September 19 to February 2020. While doing the work initially for March, if you are not eligible, the declaration will not come again, and for March, if you qualify, you will not get the declaration for April month and cannot avail the benefit. I do, sir, this question എനിക്ക് മനസ്സിലായില്ല. Please be specific, sir, so that I will be able to answer. Give me your establishment ID. Let me check what is the issue. Mr. Ranjit Calicut. What is the procedure for PF advance withdrawal? Sir, please apply in form 31. അത് ഓൺലൈൻ ആയിട്ട് ഫോം 31 അപ്ലൈ ചെയ്താൽ മതി. സാറുടെ either you log in through our portal, unified portal login ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ you can use an Umang app. Umang എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്. അതിൽ Umang ആപ്പിൽ നമുക്ക് ഉപയോഗിച്ചിട്ട് you can withdraw the money. We have no work and no EPF contribution in April 2020. We have to upload this year with 0 wages. Please. The question, can you be more specific? We have to upload ECR with 0 wages. You are asking me or you are telling me? സുനിത വിജയ്, എൻ്റെ പഴയ കമ്പനിയിൽ PF അക്കൗണ്ട് ക്ലോസ് ചെയ്തു, പക്ഷേ പെൻഷൻ സ്കീം ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. എനിക്കിനി പെൻഷൻ ആഡ് ചെയ്യാൻ പറ്റുമോ? പെൻഷൻ സ്കീം സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല സർ. സ്പെസിഫിക് ആയിട്ടാണെന്നുണ്ടെങ്കിൽ പറയൂ. മിസ് രേണു വേണുഗോപാൽ, സ്പെസിഫിക് മാഡം ഇതൊരു സ്പെസിഫിക് ആയിട്ട് എസ്റ്റാബ്ലിഷ്മെന്റ് വൈസ് ആണ്. എസ്റ്റാബ്ലിഷ്മെന്റിൽ 100 എംപ്ലോയീസ് ആണ് പറയുന്നത്.
അപ്പോൾ അത് എസ്റ്റാബ്ലിഷ്മെന്റ് കോൺട്രാക്ടർക്ക് പുതിയ വേറൊരു കോഡ് നമ്പർ ഉണ്ടെങ്കിൽ അയാൾക്ക് സ്പെസിഫിക് ആയിട്ട് കോഡ് നമ്പർ ലെസ് ദാൻ 100 ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ലെസ് ദാൻ 15,000 കിട്ടുന്നെങ്കിൽ ദേ വിൽ ബി എലിജിബിൾ. അഭിരാജ് അർസ്, ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു ഈ ഒരു ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ കോൺട്രിബ്യൂഷൻ ഒന്നും വന്നിട്ടില്ല ഫ്രം ഓഗസ്റ്റ് ഓൺവേർഡ്സ്. അതുകൊണ്ടാണ് ആ ഇഷ്യൂ വന്നത്, അവർക്ക് ബെനിഫിറ്റ് കിട്ടാത്തത്. മിസ്റ്റർ ബാബു ജോസ്, ഒന്ന് കുറച്ച് സ്ലോ ചെയ്ത് പറഞ്ഞത് 15 minutes ഡിലേ ആയിട്ടുണ്ട്. ഒന്ന് സ്ലോ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഇട്ട് കഴിഞ്ഞാൽ ഐ വിൽ ബി ഏബിൾ ടു ആൻസർ ഇറ്റ് ഫാസ്റ്റർ. Dear sir, appreciate the initiative would be great if we can have such sessions once in a month. Post this period also. We will be having actually weekly basis. I am planning to have it on a weekly basis so that there is for PMGKY matram issues ana. We can have it on other issues also. Thank you. Mr. Christy Johnson, Chittilapalli. Administration charges and inspection charges, account number 2 and account number 10 benefit കിട്ടിയാലും ഇല്ലെങ്കിലും അടയ്ക്കേണ്ടതാണല്ലേ? അതെ. See, this benefits only for 24%, 12% employee share and 12% employee share. ബാക്കി എല്ലാ കോൺട്രിബ്യൂഷനും അടയ്ക്കേണ്ടതാണ്. പ്രവീൺ കെ മോഹൻദാസ്, PMGKY election ശേഷം further documents declaration wages. അത് എല്ലാ മാസവും അയച്ച് ഓരോരോ മാസം അയക്കുകയാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. ഇഫ് യു ആർ സെൻഡിങ് ഇറ്റ് ടുഗെദർ അത് നമുക്കത് സോർട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും. എല്ലാ മാസവും അയക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ബെറ്റർ ഫോർ അസ്. ഈ ഡിക്ലറേഷനും വേജ് രജിസ്റ്റർ അതിന്റെ കോപ്പി ഒന്നും പ്ലീസ് സെൻഡ് ഇറ്റ്. എല്ലാ മാസവും അയക്കുകയാണെങ്കിൽ വിൽ ബി ഈസിയർ ഫോർ അസ്. Mr. Bipin Puducherry, in April our daily waged employees haven't worked any days and they aren't paid anything. They aren't paid anything. For daily wage employees only 30% of salary is paid. Sir, on clear ആയിട്ട് പറയൂ whether they are paid or whether they are paid only 30% of the salary. Please clarify that. Sir, രണ്ടും എഴുതിയിട്ടുണ്ട്. They are not paid എന്നും എഴുതിയിട്ടുണ്ട്. They are paid only 30% salary എന്നും എഴുതിയിട്ടുണ്ട്. Mr. Suraj, in date of birth changing purpose only Aadhaar and PAN card is available for our employees, other certificate not available. Certificate not available on sir, please see that in date of birth changing purpose only Aadhaar and PAN card is available for our employees, other certificate not available. How to rectify that problem? Sir, PAN card we are taking as proof. Aadhaar card if it is less than date of birth change less than 10 years we are taking it. PAN card വേറൊരു സാധനമില്ലാണ്ട് പാൻ കാർഡ് കിട്ടിയത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. പ്ലീസ് ട്രൈ ടു ഗെറ്റ് ദ ഡീറ്റെയിൽസ്. ഇപ്പോൾ എസ്റ്റാബ്ലിഷ്മെന്റ് ഐ തിങ്ക് സാറിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ആ കേരള ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റോ സ്കൂൾ ലിങ്ക് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും വെച്ചാലും മതി. Miss Sindhu Balakrishnan madam, after filing return should we send any documents to PF office by mail? Please send നമ്മൾ അത് ഒരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു what all documents we require. Please send it by mail and please use the subject PMGKY and subject ചെയ്ത് കഴിഞ്ഞാൽ we will be able to reply to it and check it faster. Mr. Javed George. Sir, PAN database ആണ്. പാനിലുള്ള നമ്പർ അല്ല. because what is written in PAN card and പാനിലെ ഡേറ്റാബേസിലെ might be different. അതുകൊണ്ടാണ് ഈ പാൻ ലിങ്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്.
Miss Srilata Ajit, sir, can we revise ECR filed? Payment not made yet. Payment not made yet, sir. Madam issue എന്തായിരുന്നു? Like I just forgot. ആധാറിന്റെ ഇഷ്യൂസ് ആണെങ്കിൽ ഒന്നും കൂടി ചെയ്തു നോക്കൂ, കിട്ടുമെന്ന് അറിയാം. ബിക്കോസ് ഫസ്റ്റ് ECR ഫയൽ ചെയ്തല്ലേ ഇതിന് പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. Miss Renu Venugopal, sir, we are paying to contractor and they are remitting under their registration code. അതാണ് ഞാൻ പറഞ്ഞ മാഡം, if they are remitting under their code, അവരുടെ they have to fall under this criteria. ഞാൻ പറഞ്ഞ eligibility criteria, if they fall under, then they will be eligible for PMGKY benefits. Mr. Suraj, in PPFO employee portal, basic details changing time, name, spelling, change not possible. How can we rectify? Specific ആയിട്ടുള്ള ഒരു ഡൗട്ട് അതിൽ ചേഞ്ചിങ് പറ്റുന്നില്ല എന്ന് പറഞ്ഞില്ല, ബിക്കോസ് യു ക്യാൻ ചേഞ്ച് ദ നെയിം ആൻഡ് യു ക്യാൻ ചേഞ്ച് ബേസിക് ഡീറ്റെയിൽസ് എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കേസ് ആണെങ്കിൽ പ്ലീസ് ഇമെയിൽ അസ്, അത് നോക്കിയിട്ട് ഞാൻ പറയാം സർ. Mr. Rafiq A, my mobile notification not received, registered mobile number. Sir, UAN activate ചെയ്യണമെങ്കിൽ സാർക്ക് മെമ്പർ പോർട്ടലിൽ പോയിട്ട് അത് മൊബൈൽ നമ്പർ പുതിയ മൊബൈൽ നമ്പർ ആക്കി മാറ്റുകയും ചെയ്യാം. പ്ലീസ് അതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് നോക്കൂ സർ. മിസ്റ്റർ ജഗദീഷ് കുമാർ, is it EPF wages or gross wages? Mr. GPF for getting PMGKY benefit,